ആദ്യമൊക്കെ ധ്രുവനോട് തടസ്സം ഉന്നയിച്ചെങ്കിലും ധ്രുവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നാരദമുനിക്ക് സന്തോഷമായി. ആ നാരദമുനി ധ്രുവനോട് പറയുകയാണ്. നാരദ ഉവാച, ശ്രീ നാരദമുനി പറഞ്ഞു, ധ്രുവനോട് പറഞ്ഞു, മാതാവ് നിനക്ക് ഉപദേശിച്ച മാർഗം തന്നെയാണ് നിന്റെ അഭീഷ്ടസിദ്ധിക്ക് സഹായകമായിട്ടുള്ളത്. സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാൻ ശ്രീ വാസുദേവൻ നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് നിനക്ക് ശ്രേയസ്സുണ്ടാക്കും. അതിനായി ആ ഈശ്വരനെ ഏകാഗ്രമനസ്കനായി ഭജിച്ചുകൊള്ളുക. ഇപ്പം ശ്രീനാരദ മുനി ധ്രുവനോട് പറയണത് അമ്മ പറഞ്ഞ വഴി തന്നെയാണ് നിനക്ക് നല്ലതെന്ന്. അപ്പോൾ പിന്നെ എന്തിനാ ആദ്യം അതിനെ എതിർത്തത്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ശ്രീനാരദ മുനിക്ക് അറിയാം അമ്മ പറഞ്ഞ വഴി തന്നെയാണ് ഉത്തമമായ വഴി എന്ന്. അതറിഞ്ഞുകൊണ്ട് എന്തിനാണ് നേരത്തെ തടസ്സവാദം ഉന്നയിച്ചത്? നമ്മളൊരു കാര്യം തീരുമാനിച്ചത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ എതിർപ്പുകളുണ്ടായാൽ, തടസ്സങ്ങളുണ്ടായാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ തീരുമാനം ഉറച്ചതാണോ അല്ലയോ എന്ന്. ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ആ തീരുമാനത്തോടുള്ള നമ്മുടെ ഉറപ്പിനെ വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉപരിപ്ലവമായിട്ടാണ്, സൂപ്പർഫിഷ്യലായിട്ടാണ്. അങ്ങനെ ഉപരിപ്ലവമായിട്ടെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദൃഢത കുറയും. ചെറിയ തടസ്സങ്ങൾ വന്നാൽ അത് നമ്മൾ ഉപേക്ഷിക്കും. അതുകൊണ്ട് ജെനുവിനായിട്ടുള്ള തീരുമാനങ്ങൾ, അവനവൻ്റെ ധർമാനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ, സ്വഭാവാനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ, അതിന് മാത്രമേ ഉറപ്പുണ്ടാവുകയുള്ളൂ. ചെറിയ തടസ്സം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ തീരുമാനം നമ്മൾ എടുത്തത് ഉറച്ചതാണോ അല്ലയോ എന്ന്. ഉറച്ചതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ചെറിയ തടസ്സം നമ്മളെ നിരുത്സാഹപ്പെടുത്തും, നമ്മൾ ആ തീരുമാനം ഉപേക്ഷിച്ച് പോകും. അപ്പം ധ്രുവൻ്റെ തീരുമാനം ഉറച്ചതാണോ എന്നറിയണമെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ ഒരു തടസ്സം ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ മാത്രമേ, പ്രതികൂല അവസ്ഥയിൽ മാത്രമേ എടുത്ത തീരുമാനത്തിൻ്റെ ദൃഢത തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. തീരുമാനം ദൃഢമാകുന്നത് അത് സ്വഭാവാനുസൃതമാകുമ്പോഴാണ്, ധർമാനുസൃതമാകുമ്പോഴാണ്. അപ്പം അത് പരീക്ഷിക്കാനാണ്, പരിശോധിക്കാനാണ് നാരദമുനി ആദ്യം തടസ്സം ഉന്നയിച്ചത്. തടസ്സം ഉന്നയിച്ചപ്പം ധ്രുവകുമാരൻ ആ തടസ്സത്തിൻ്റെ മുമ്പിൽ പതറിയില്ല. ശ്രീ നാരദമുനിയാണ് പറഞ്ഞത്, ഞാൻ കേവലം ഒരു ശിശു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം, പിന്നീട് എപ്പോഴെങ്കിലും ആകാം ഭഗവത് ഉപാസന. ഇപ്പം തൽക്കാലം ഇതൊക്കെ എൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞുല്ലോ, കാലം മാറി മാറി വരും. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാൻ കാത്തിരിക്കാം എന്നൊക്കെ തീരുമാനിക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. ധ്രുവൻ താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെല്ലാം വാസ്തവത്തിൽ അനുകൂലങ്ങളാണ്. അവ നമ്മളുടെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഉരുത്തിരിഞ്ഞു വരുന്ന തടസ്സങ്ങൾ മാത്രമാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് ശരിക്കുമുള്ള നമ്മളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ അത് കർമ്മദോഷം കാരണമോ, ധർമ്മദേവതാ കോപം കാരണമോ, വാസ്തുദോഷം കാരണമോ, ഗ്രഹപ്പിഴകൾ കാരണമോ ഉണ്ടാകുന്നതല്ല. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. അപ്പം ഇവിടെ ധ്രുവൻ എടുത്ത തീരുമാനം ഉറച്ചതാണ് എന്ന് ആ തടസ്സവാദത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. ഉറച്ച തീരുമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ നാരദമുനി സന്തോഷിക്കുകയാണ്.
ആ നാരദമുനിയാണ് ധ്രുവനോട് പറഞ്ഞത്, മാതാവ് നിനക്കുപദേശിച്ച മാർഗം തന്നെയാണ് നിന്റെ അഭീഷ്ടസിദ്ധിക്ക് സഹായകമായിട്ടുള്ളത്. ആഗ്രഹം സാധിക്കുവാൻ ബലപ്രയോഗമല്ല നടത്തേണ്ടത്, സത്യാഗ്രഹങ്ങളും സമരങ്ങളുമല്ല നടത്തേണ്ടത്. ഭാരതീയ മഹർഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഈശ്വരാനുഗ്രഹം തേടുകയാണ് വേണ്ടത്. ഈശ്വരനെ ആരാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ സാധിച്ചു കിട്ടുക. ഇപ്പം ധ്രുവൻ്റെ അവകാശമാണ് അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുക എന്നുള്ളത്. ആ അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധ്രുവനും അമ്മയ്ക്കും വേണമെങ്കിൽ നിരാഹാര സത്യാഗ്രഹം കിടക്കാമായിരുന്നു. അവർക്കും അനുകൂലമായിട്ടുള്ളവർ ആ നാട്ടിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും ഇവർക്ക് അനുകൂലമായിട്ടുണ്ടാകും. അവർക്ക് വേണമെങ്കിൽ ഒരു ഘരാവോ സംഘടിപ്പിക്കാമായിരുന്നു. സുരുചിയുടെ നീതികേടിനെതിരെ പ്രതിഷേധിക്കാമായിരുന്നു. ഇതൊന്നുമല്ല ധ്രുവന്റെ കഥയിലൂടെ വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അവകാശം നേടിയെടുക്കുവാൻ ഈശ്വരനെ ആരാധിക്കുകയാണ് വേണ്ടത്. ഏറ്റവും സമാധാനപരമായ ഒരു സമരമുറയാണ് ഇത്. അവകാശം നേടിയെടുക്കാനാണ് ധ്രുവൻ പോകുന്നത്. തൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുവാനുള്ള നിഷേധിക്കപ്പെട്ട തൻ്റെ അവകാശത്തെ പുനഃസ്ഥാപിക്കുവാനാണ് ധ്രുവൻ ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷെ രീതി വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരാരാധനയിലൂടെയാണ് അത് സാധിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അമ്മ അതാണ് പറഞ്ഞു കൊടുത്തത്. അമ്മ പറഞ്ഞു കൊടുത്ത വഴി തന്നെയാണ് അഭീഷ്ടസിദ്ധിക്ക് സഹായകമായിട്ടുള്ളത് എന്ന് അറിവിൻ്റെ കേദാരമായ ശ്രീ നാരദമുനി സമ്മതിക്കുകയാണ്. സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാൻ ശ്രീ വാസുദേവൻ നിന്റെ ആഗ്രഹം സാധിച്ച് നിനക്ക് ശ്രേയസ്സുണ്ടാക്കും. സർവ ഐശ്വര്യങ്ങളാൽ പരിപൂർണനായ, എല്ലാം കൊണ്ടും പരിപൂർണനാണ് ഭഗവാൻ. ആ ഭഗവാൻ വാസുദേവൻ നിന്റെ ആഗ്രഹം സാധിച്ച് നിനക്ക് ശ്രേയസ്സുണ്ടാക്കും. ഭഗവത് അനുഗ്രഹത്തോടു കൂടി പുനഃസ്ഥാപിക്കപ്പെടുന്ന അവകാശങ്ങൾ മാത്രമേ ശ്രേയസ്സിന് കാരണമാവുകയുള്ളൂ എന്നും കൂടി ഇവിടെ പറയുകയാണ്. അതിനായി ആ ഈശ്വരനെ ഏകാഗ്രമനസ്കനായി ഭജിച്ചുകൊള്ളുക. എങ്ങനെ ഭജിക്കണം എന്നാണ്? ഏകാഗ്രമനസ്സോടുകൂടി. ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹം തികട്ടി വരുന്ന രീതിയിലുള്ള ഭജനയല്ല. പിന്നെയോ ഏകാഗ്രമായ ഭജന, എല്ലാ ഇന്ദ്രിയങ്ങളും ഒരിടത്ത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ ഭജന, ഏകാഗ്രത, സമാധിയോട് കൂടിയിട്ടുള്ള ഈശ്വര ഭജനം നടത്തിക്കൊള്ളാനാണ് പറയുന്നത്. ധർമ്മം, അദ്ദേഹം തുടരുകയാണ്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രമോ എല്ലാം തന്നെയോ നേടണമെന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്കും അത് സമ്പാദിക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം ഭഗവാൻ ശ്രീഹരിയുടെ പാദസേവ ഒന്നു മാത്രമേയുള്ളൂ നിശ്ചയം. കാറ്റഗോറിക്കലായിട്ട് പറയുകയാണ്. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് വെവ്വേറെ വഴികളൊന്നുമില്ല. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ഒന്നായിട്ട് തന്നെ നേടാൻ ആഗ്രഹിക്കണമെന്നും ഇല്ല. മോക്ഷം മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നില്ല. ധർമാർത്ഥ കാമങ്ങളും ആഗ്രഹിക്കാം. മോക്ഷം ആഗ്രഹിക്കാതെ കാമവും അർത്ഥവും ആഗ്രഹിക്കാം. ആഗ്രഹം ഏത് ഗണത്തിൽപ്പെടുന്നതും ആയിക്കൊള്ളട്ടെ, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ഏതൊരാൾക്കും ഭഗവാനെ ആരാധിക്കാം. ഏതൊരാൾക്കും, ഇന്നയാൾക്കെന്നില്ല. ധർമാർത്ഥ കാമ മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രമോ എല്ലാം തന്നെയോ നേടണമെന്നാഗ്രഹമുള്ള ഏതൊരാൾക്കും അത് സമ്പാദിക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം ഭഗവാൻ ശ്രീഹരിയുടെ പാദസേവ ഒന്നു മാത്രമേ ഉള്ളൂ നിശ്ചയം. അതെങ്ങനെ വേണം ഭഗവത് സേവ ചെയ്യാൻ, പാദസേവ ചെയ്യാൻ? ഏകാഗ്രമനസ്കനായിട്ട് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകാഗ്രമനസ്കത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ വത്സ, നിനക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ. ഭഗവാൻ ശ്രീഹരിയെ ഭജിക്കുന്നതിനായി പരിപാവനമായ യമുനാ തീരത്തെ പ്രാപിച്ചാലും അവിടെ
പുണ്യസംവർദ്ധകമായ മധുവനം എന്നു പേരോടുകൂടിയ ഒരു വനമുണ്ട്. ഭഗവാൻ ശ്രീഹരിയുടെ സാന്നിധ്യം എപ്പോഴും അവിടെയുണ്ട്. അപ്പം നമ്മൾ ഒരു ഈശ്വരോന്മുഖമായിട്ട് യാത്ര തുടരാൻ തീരുമാനിച്ചാൽ അതിനനുകൂലമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. സ്ഥലത്തിന് മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിലെ കല്ല്, ആ വിഗ്രഹം ഒരു കല്ലാണ്. ആ വിഗ്രഹമായി തീരുന്നതിന് മുമ്പ് ആ കല്ല് ഏതോ പാറക്കെട്ടിൻ്റെ ഭാഗമായിരുന്നു. ഏതോ പാറക്കെട്ടിൻ്റെ ഭാഗമായിരുന്ന കല്ലിൽ ഒരു കഷ്ണത്തെ അടർത്തി എടുത്തുകൊണ്ടുവന്ന് അതിൽ ശില്പി തൻ്റെ ചാതുര്യത്തെ പ്രയോഗിച്ചപ്പോൾ അത് ഭഗവത് വിഗ്രഹമായി തീർന്നു. അതിൽ തന്ത്രിവര്യൻ അദ്ദേഹത്തിൻ്റെ പൂജാദികൾ ചെയ്തപ്പോൾ അത് ചൈതന്യവത്തായി തീർന്നു. ഈ വിഗ്രഹമായി തീർന്ന പാറക്കെട്ടിൻ്റെ മറ്റൊരു ഭാഗം അലക്കുകല്ലായിട്ട് ഉപയോഗിക്കുകയാണ്. അലക്കുകല്ലായിട്ട് ഉപയോഗിക്കുന്ന കല്ലും വിഗ്രഹമായി തീർന്ന കല്ലും ഒരേ പാറക്കെട്ടിൻ്റെ ഭാഗങ്ങൾ ആണ് എങ്കിലും അവ ഇരിക്കുന്ന സ്ഥലം കൊണ്ട് അതിനോടുള്ള കാഴ്ചപ്പാട് മാറും. ക്ഷേത്രത്തിനകത്തിരിക്കുന്ന കല്ലിനെ കാണുമ്പോൾ അതിൽ ഈശ്വരനെയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. അലക്ക് കല്ലിൽ ഈശ്വര ദർശനം അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്ഥലത്തിന് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പം അതും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വത്സ, നിന്റെ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ്, ഭഗവാനെ ഉപാസിക്കാൻ പോവുകയാണ്, വളരെ നല്ലത് തന്നെ. നീ അതുകൊണ്ട് ഭഗവാൻ ശ്രീഹരിയെ ഭജിക്കുന്നതിനായി പരിപാവനമായ യമുനാ തീരത്തെ പ്രാപിച്ചാലും അവിടെ പുണ്യസംവർദ്ധകമായ മധുവനം എന്ന് പേരോടുകൂടിയ ഒരു വനമുണ്ട്. അവിടെ ഭഗവാൻ ശ്രീഹരിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഇപ്പം ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും കൂടി വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരു തീരുമാനമെടുത്ത് അതിലുറച്ചു നിന്നുകൊണ്ട് തടസ്സങ്ങളുടെ മുമ്പിൽ പതറാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചേരും. നമുക്കങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ലല്ലോ. അതിന് കാരണം എന്താ? നമുക്കങ്ങനെ ഉറച്ച തീരുമാനങ്ങളൊന്നുമില്ലല്ലോ. നമ്മളുടെ ഉറച്ച തീരുമാനങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു കാറ്റും കോളും വന്നാൽ മാറ്റുന്നതല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഈ അനുഭവങ്ങളൊന്നും ഇല്ലാത്തത്. അതല്ല, ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഇത് അനുഭവവും ഉണ്ടാകും. അപ്പം നേരത്തെ അറിവ് സമ്പാദിച്ചിട്ട് വേണ്ട തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നത്. ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നത് നടപ്പിലാക്കാൻ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമായ അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചേരും. പുസ്തകങ്ങൾ വായിക്കണം എന്നൊന്നുമില്ല. പുസ്തകങ്ങൾ വായിച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല, വായിക്കണമെന്നൊന്നുമില്ല. മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമായ അറിവുകൾ വരും. ഇതിൽ നമുക്ക് വിശ്വാസമുണ്ടാവണം, ഉറച്ച ഒരു ദാർഢ്യത ഉണ്ടാകണം. നമുക്കതില്ല. നമുക്കങ്ങനെ ഉറച്ച ഒരു തീരുമാനവും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിലേക്ക് അറിവുകൾ വന്നു ചേരാത്തത്. വേണ്ടുന്ന അറിവുകൾ വേണ്ടുന്ന സമയത്ത് ഉറച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ വന്നു ചേരുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ധ്രുവകുമാരൻ. നാരദമുനി തുടരുകയാണ്. മധുവനത്തിൽ താമസിച്ചുകൊണ്ട് കാളിന്ദീ നദിയിലെ ശുദ്ധവും പവിത്രവുമായ ജലത്തിൽ 3 സന്ധ്യാനേരങ്ങളിലും സ്നാനം ചെയ്ത് ഭഗവാൻ ശ്രീഹരിയെ ഭജിക്കുന്നതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊള്ളുക. ഇരിക്കുന്നതിന് ഉചിതവും സുഖപ്രദവുമായ ഏതെങ്കിലും ഒരാസനം സ്വീകരിക്കാം. യോഗം, അഷ്ടാംഗയോഗം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൽ താമസിച്ചുകൊണ്ട് കാളിന്തിയിൽ ശുദ്ധവും പവിത്രവുമായ ജലത്തിൽ 3 സന്ധ്യാനേരങ്ങളിലും സ്നാനം ചെയ്തു കൊള്ളണം. അപ്പോൾ യമനിയമങ്ങളെ സൂചിപ്പിക്കുകയാണ്. ശുചിത്വം വേണം, വൃത്തിയായിട്ടിരിക്കണം, ശരീരം വൃത്തിയായിട്ട് വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാ തുടക്കത്തിലേക്കിലും. കാരണം വൃത്തിയായ ശരീരത്തിലാണ്
വൃത്തിയായിട്ടുള്ള മനസ്സ് ഉണ്ടാവുക. ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ ശരീരം വൃത്തിയായിരിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ട് ഹരിയെ ഭജിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊള്ളണം. ഭജിക്കുന്നതിന് മുമ്പ് ആ ഭജിക്കുന്നതിന് വേണ്ടുന്ന സാമഗ്രികളെല്ലാം സമ്പാദിച്ചു കൊള്ളണം. എങ്ങനെയാണോ ഭജിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ സമ്പാദിച്ചു വെക്കണം. ഇരിക്കുന്നതിന് ഉചിതവും സുഖപ്രദവുമായ ഏതെങ്കിലും ഒരു ആസനം സ്വീകരിക്കാം. സ്ഥിര സുഖമാസനം പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ ആസനത്തെ നിർവചിച്ചിരിക്കുന്നു. ഇരിക്കുന്നതിന് ഉചിതവും സുഖപ്രദവുമായ ഏതെങ്കിലും ഒരു ആസനം സ്വീകരിക്കാം. അവനവൻ്റെ ശരീരത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഉറപ്പോടുകൂടി വീണു പോകാത്ത രീതിയിൽ ഉറപ്പോടുകൂടി സുഖപ്രദമായ ഒരു ഇരിപ്പിൽ ഇരിക്കാം. ആ ഇരിപ്പ് ഏത് വേണമെന്നും നമുക്ക് തീരുമാനിക്കാം. അതെങ്ങനെ വേണമെങ്കിലും നമുക്കിരിക്കാം. അങ്ങനെ ഇരിക്കണം. ഇരുത്തമുള്ള ശരീരത്തിലാണ് ഇരുത്തമുള്ള ഒരു മനസ്സുണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും ഇരിക്കാൻ പറയുന്നത്. നിന്നും ധ്യാനിക്കാം, നടന്നും ധ്യാനിക്കാം, കിടന്നും ധ്യാനിക്കാം. നടന്നു ധ്യാനിക്കുന്നതിനെ പറ്റി കുറേ എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ അർജുനൻ്റെ കഥ കേട്ടപ്പോൾ നമ്മൾ കേട്ടതാണ്. നടന്നുകൊണ്ട് സഞ്ചാര ധ്യാനം, സഞ്ചാര സമാധി എന്ന് ഒരു സമാധി യോഗശാസ്ത്രത്തിലുണ്ട്. സ്ഥിര സമാധിയും സഞ്ചാര സമാധിയും. സഞ്ചാര സമാധി യാത്ര ചെയ്തുകൊണ്ടൊക്കെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സിലൂടെ നടത്തുന്ന സമാധിയാണ്. ഇരുന്നിട്ട് ചെയ്യുന്നത് സ്ഥിര സമാധി. സഞ്ചാര സമാധിയെ ഉമാസമാധി, ശക്തി സമാധി എന്നും, ഇരുന്ന് ചെയ്യുന്ന സ്ഥിര സമാധിയെ ശിവസമാധി എന്നും യോഗശാസ്ത്രങ്ങളിൽ വിളിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കാനാണ് പറയുന്നത്. ഇരിക്കുന്നതിന് ഉചിതവും സുഖപ്രദവുമായ ഏതെങ്കിലും ഒരു ആസനം സ്വീകരിക്കാം. 3 പ്രകാരത്തിലുള്ള പ്രാണായാമത്തെയും, 3 പ്രകാരത്തിലുള്ള പ്രാണായാമം പൂരകം, രേചകം, കുംഭകം, 3 പ്രകാരത്തിലുള്ള പ്രാണായാമത്തെയും അഭ്യസിച്ച് പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയുടെ ചാഞ്ചല്യം നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങളെ ക്രമേണ പരിഹരിച്ച് സുദൃഢമായ മനസ്സുകൊണ്ട് സംപൂജ്യനായ ശ്രീഹരിയെ ധ്യാനിക്കണം. യമനിയമങ്ങളെ സൂചിപ്പിച്ചു. യമനിയമ ആസന പ്രാണായാമങ്ങളെയാണ്, ഇനിയും പ്രാണായാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3 പ്രകാരത്തിലാണ് പ്രാണായാമമുള്ളത്. പ്രാണനെ 3 തരത്തിലാണ് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, അകത്തേക്ക് ശ്വാസം എടുക്കുന്നത് പൂരകം, അകത്തും പുറത്തുമായിട്ട് ശ്വാസം നിൽക്കുന്നത് കുംഭകം, പുറത്തേക്ക് ശ്വാസം വിടുന്നത് രേചകം. അത് 2 രീതിയിൽ ചെയ്യാം. സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് പ്രാണനെ പതുക്കെ വശമാക്കാം. അതല്ലെങ്കിൽ മാത്രകളനുസരിച്ച് കയറ്റി നിർത്തി ഇറക്കാം. അപ്പം അതിൽ ആദ്യത്തേതാണ് നല്ലത്. സ്വാഭാവികമായി വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്നതാണ് നല്ലത്. മറ്റേത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. മറ്റേത് മോശമാണ് എന്നല്ല, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ മറ്റേത് മോശമാണ് എന്നർത്ഥമില്ല. ചക്ക നല്ലതാണ് എന്ന് പറഞ്ഞാൽ മാങ്ങ മോശമാണ് എന്നർത്ഥമില്ല. മറ്റേത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ഇതാണ് എളുപ്പം. നല്ലതെന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിച്ചത്. എളുപ്പമാണ്. ശ്വാസോച്ഛ്വാസത്തെ സ്വതന്ത്രമായി വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുന്നത് എളുപ്പമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ആ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയുടെ ചാഞ്ചല്യം നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങളെ, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ചാഞ്ചല്യം കൊണ്ടുണ്ടാകുന്നതാണ് ചിത്തവൃത്തികൾ. അതിനെ ദോഷമായിട്ടാണ് പരിഗണിക്കുന്നത്. അതാണ് ദോഷം. ചിത്തവൃത്തികൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ, അതാണ് ദോഷം. അത് ക്രമേണ പരിഹരിച്ച്, പെട്ടെന്നൊന്നും സാധ്യമല്ല, ക്രമേണ പരിഹരിക്കാൻ സാധിക്കും. ഈ വന്നു പോകുന്ന ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അതിനെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് മുതൽ എടുത്ത് തീരുന്നത് വരെ ശ്രദ്ധിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ശ്വാസം പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്നതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു ഗ്യാപ്പുണ്ട്. ഈ പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് വരുന്ന ഗ്യാപ്പാണ് കുറച്ച് കൂടുതൽ. അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് പോകുന്ന ഗ്യാപ്പ് വളരെ ചെറുതാണ്.
പക്ഷെ അത് ശ്രദ്ധ കൊണ്ട് വികസിക്കും. അങ്ങനെ അത് കേവല കുംഭകത്തിലേക്ക്, അതാണ് 4ാമത്തെ പ്രാണായാമം. യോഗസൂത്രത്തിൽ ഈ 4 പ്രാണായാമങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. കേവല കുംഭകത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഈ ശ്വാസോച്ഛ്വാസത്തെ സ്വാഭാവികമായി വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസം, അതാണ് എഫർട്ട്ലെസ് ആയിട്ടുള്ളത്. മറ്റേത് എഫർട്ട്ഫുള്ളാണ്. ഒരു മൂക്കടച്ച് മാത്ര കണക്കാക്കി അകത്ത് കയറ്റി, മാത്ര കണക്കാക്കി കുംഭിച്ച്, മാത്രം കണക്കാക്കി രേചിച്ച്, മാത്ര കണക്കാക്കി വീണ്ടും കുംഭിച്ച്. അപ്പം അകത്ത് കുംഭിക്കുന്നത് അന്തർകുംഭകം, പുറത്ത് കുംഭിക്കുന്നത് ബഹിർകുംഭകം. അങ്ങനെ കുംഭകങ്ങൾ ശീലിച്ച് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാത്ര തെറ്റിയാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വതന്ത്രമായി വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല. അപ്പം അങ്ങനെ ഈ പ്രാണായാമം ചെയ്താൽ എന്ത് സംഭവിക്കും? ഇന്ദ്രിയങ്ങളും മനസ്സും അതിൻ്റെ ചാഞ്ചല്യം നിമിത്തമുണ്ടാകുന്ന ദോഷങ്ങളെ ഉപേക്ഷിക്കും. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ചാഞ്ചല്യം ഉണ്ടാകുമ്പോഴാണ് ചിന്തകളുടെ ബാഹുല്യം വരുന്നത്. ആ ചിന്തകളുടെ ബാഹുല്യം ആണ് ദോഷമായിട്ട് കണക്കാക്കുന്നത്. അവ ക്രമേണ പരിഹരിച്ച് സുദൃഢമായ മനസ്സുകൊണ്ട്, നിശ്ചലമായ മനസ്സുകൊണ്ട്, ഇനി പ്രത്യാഹാരവും ഇവിടെ കഴിഞ്ഞു. കാരണം ഇന്ദ്രിയങ്ങളൊക്കെ നിശ്ചലമായി, ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ നിശ്ചലമാകുന്നതോടുകൂടി ഇവിടെ പ്രാണായാമത്തിലൂടെ പ്രത്യാഹാരവും സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ നിശ്ചലമായ മനസ്സുകൊണ്ട് സംപൂജ്യനായ ശ്രീഹരിയെ ധ്യാനിക്കണം.